ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു കുക്കിംഗ് ചാനലൊന്നുമല്ല കേട്ടോ. എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന കുക്കറി ഷോ പോലെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആരും കുക്കിംഗ് ചാനലാണെന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ വ്ളോഗിങ് ചാനലാണ്, ഫാഷൻ ചാനലാണ്, അതുപോലെ കുക്കിംഗ് ചാനലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് വാഴയ്ക്ക വെച്ചിട്ടൊരു ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പം അധികം സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. അപ്പം നമുക്ക് എങ്ങനെയാണ് വാഴയ്ക്ക വെച്ചിട്ടൊരു അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള 2 പച്ചക്കായയാണ് കേട്ടോ. ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. പച്ചക്കായ നമുക്ക് പല പല പഴങ്ങളിൽ നിന്ന് എടുക്കാം. പക്ഷേ ഏറ്റവും ഗുണങ്ങളുള്ളത് ഏത്തക്കായിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ കേടുഭാഗങ്ങളൊക്കെ ചെത്തിക്കളയുക, നന്നായിട്ട് തന്നെ ചെത്തിക്കളയുക. പിന്നെ വിഷാംശമില്ലാത്തത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ തൊലിയൊന്നും ചെത്തിക്കളയാത്തത് കൊണ്ട് വിഷാംശം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ പറയാനുള്ളത്, ഇത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള നാരുക്കളായിക്കോട്ടെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് പച്ചക്കായിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളോ യൂട്യൂബോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനമൊക്കെ പതുക്കെയാക്കാനും അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ പച്ചക്കായ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മളിത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യോറ ഇടുന്നതെന്നു ചോദിച്ചാൽ എനിക്കിങ്ങനെ അരിയാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കയ്യോറ ഇട്ടിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഈ അരിച്ചിലും പറിച്ചിലൊക്കെ ഞാൻ കയ്യോറ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഷേപ്പ് എങ്ങനെയായാലും കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരി നൈസായിട്ട് അരിയണം, ഇല്ലെങ്കിൽ വെന്ത് കിട്ടാൻ പാടായിരിക്കും കേട്ടോ. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ കായ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കറുത്ത് പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളത്തിലിടുന്നത്. കുറച്ച് നേരം വെള്ളത്തിൽ ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരുമാതിരി ഒരു പശപശപ്പ് പോലത്തെ ഇതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാനിപ്പം അരിഞ്ഞതെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് അത് എന്തോരം കായയാണോ ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി കൂടി പോകരുത്, കുറഞ്ഞു പോയാലും നമുക്ക് പിന്നീടാണെങ്കിലും ഇടാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ കൂടി പോകരുത്, കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അതിൻ്റെ അകത്തോട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒരുപാട് ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ ഒത്തിരി വെള്ളം വേണ്ടെന്ന് പറയാൻ കാരണം ഇത് കുഴഞ്ഞുടഞ്ഞു പോകരുത്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പം ഇത് മുങ്ങിക്കിടക്കുന്നില്ല, അതിൻ്റെ താഴ്ഭാഗത്ത് ഇച്ചിരി വെള്ളമായിട്ട് മാത്രമേ കിടക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ പൊടിയൊക്കെ ഇടുന്നത് എന്തോരം കായയാണോ നമ്മൾ എടുത്തേക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം കേട്ടോ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 2 കായയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല കുറച്ച് വെന്തിട്ടുണ്ടാവും. പിന്നെ വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസിൽ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം കേട്ടോ. മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് വെക്കണം. ക്യാമറയിൽ അതിൻ്റെ ആവി അടിച്ചതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ,
നമ്മൾ വെള്ളം ഒത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ഇട്ടിട്ട് ഇപ്പം ഇളക്കി ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. അത് അത്യാവശ്യം ഒരു വേവുന്ന പരുവത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അല്ലാത്തതാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം, ഈ സമയത്തൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് തുറന്നു വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാനൊരു ചീഞ്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ അത്യാവശ്യം നല്ല ചൂടായി കഴിഞ്ഞിട്ട് മാത്രം കടുക് ഇടുക കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് പതഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഫോൺ ഇങ്ങനെ പിടിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എണ്ണ ചൂടായത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഞാനൊരു 6 വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഇട്ട ഉടനെ നമുക്ക് ഒരു 10 മുതൽ ഒരു 15 വരെ കുഞ്ഞുള്ളി നമുക്കിതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്കത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല, ഏത് കറിയിലാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇടുന്നത്. നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറ് ഫുള്ളായിട്ട് മാറണമെന്നൊന്നുമില്ല. അത്യാവശ്യം ഒരു ബ്രൗൺ ആയിട്ട് വരുന്ന ആ ഒരു സമയമിൽ അത്രത്തോളം എങ്കിലും ആയാലും മതി. നന്നായിട്ട് വഴറ്റിയെടുത്താലും കുഴപ്പമില്ല. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടിയല്ല, അത്യാവശ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്. പിന്നെ അതും നമുക്ക് ഇടണം, പക്ഷേ എന്തോരം ഇടണം എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സാണ് കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ അത്യാവശ്യം ഇച്ചിരി എരിവൊക്കെ ഇരിക്കട്ടെ എന്നൊക്കെ ഓർത്തിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇടാം. ഇത് ഞാനൊരു കുഞ്ഞ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. തീരെ പൊടിക്കുന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് കുരുമുളക് പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കുരുമുളക് പൊടിയും സ്കിപ്പ് ചെയ്യരുത്, അതുപോലെ തന്നെ വറ്റലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കായം നമുക്ക് ഇതിലോട്ടിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല, കാരണം കായൊക്കെ ഓൾറെഡി വെന്തിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മുടെ കായ മെഴുക്ക് പുരട്ടി എന്ന് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ് ചോറിൻ്റെ കൂടെ. നല്ല ചൂട് ചോറും ഓർക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ എന്താണേലും ഞാൻ പറയുകയാണ്, ഒരു കുക്കിംഗ് ചാനലല്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ ഫുഡ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയുക ഇങ്ങനൊരു നല്ലൊരു ചാനലുണ്ടെന്നൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ, കാരണം ആ ഒരു ഇതിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഓൾ.